നമ്മുടെ പരിപാവനമായ ശബരിമല ക്ഷേത്രവും അയ്യപ്പസ്വാമിയും എന്നും ഇങ്ങനെ വിവാദങ്ങളിൽ പെടുകയാണ്. ഏറ്റവും ഒടുവിൽ അവിടെ ഉണ്ടായ വിവാദം ഈ ശബരിമല ധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് തൊട്ടുമുന്നിൽ, ശ്രീകോവിലിൻ്റെ വാതിൽക്കൽ രണ്ടു വശത്തായിട്ട് സ്ഥാപിച്ചിരുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടാണ്. ആ സ്വർണ്ണപ്പാളിയിലെ അത് സ്വർണം പൂശിയതാണ്. ആ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായിട്ട് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ, അതായത് ഹൈക്കോടതിയിൽ ഒരു ദേവസ്വം ബെഞ്ചുണ്ട്, ആ ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതി ഇല്ലാതെ ചെന്നൈയിലെ ഒരു വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു ഏറ്റവും ഒടുവിൽ ഉണ്ടായ വിവാദം. അതിനെ തുടർന്ന് കോടതി ആ വിഷയത്തിൽ ഇടപെടുകയും ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ വിളിച്ചു വരുത്തി ശാസിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് മറ്റൊരു വിവരം കൂടെ പുറത്തു വരുന്നത്. ആ ദ്വാരപാലക വിഗ്രഹങ്ങൾ നിന്നിരുന്ന രണ്ട് സ്വർണ്ണ പീഠങ്ങളുണ്ട്, അതും കാണാനില്ല എന്ന്. ഇതിനെ തുടർന്ന് ദേവസ്വം വിജിലൻസിനോട് ഇത് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ആ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ വളരെ രസകരമായ എന്നാൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഒരേ സമയം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്, അതേസമയം ഞെട്ടിക്കുന്നതുമാണ്. ഈ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ സ്പോൺസർ ചെയ്ത് ഈ സ്വർണ്ണ പീഠങ്ങൾ അവിടെ സ്ഥാപിക്കുന്നത്. ഈ സ്വർണ്ണപീഠങ്ങളും സ്വർണം പൂശി ആണ്, സ്വർണത്താൽ പൊതിഞ്ഞാണ് അവിടെ വെക്കുന്നത്. അതിൻ്റെ പുറത്താണ് ഈ ദ്വാരപാലക വിഗ്രഹങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ 2019 സ്ഥാപിക്കപ്പെട്ട ഈ പീഠങ്ങൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് നിറം മങ്ങി. തുടർന്ന് ദേവസ്വം ബോർഡ് ഈ സ്പോൺസറെ വിവരം അറിയിച്ചു, ഇതിങ്ങനെ നിറം മങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടണം, എന്തെങ്കിലും ചെയ്യണം എന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റി അത് പരിശോധിച്ച് വേണ്ടത് ചെയ്യാമെന്ന് പറയുകയും അത് പരിശോധിക്കുകയും ചെയ്തു. എന്നിട്ട് അവിടെ 2 പീഠങ്ങൾ അവിടെ നിർമ്മിച്ച് കൊണ്ടുവന്ന് കൊടുത്തു. അത് ഈ കോവിഡ് കാലമായതുകൊണ്ട് അവിടെ വന്ന് ഇത് ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് പീഠങ്ങൾ തൻ്റെ പക്കൽ എത്തിക്കണം, എത്തിച്ചാൽ അത് താൻ വേണ്ടതുപോലെ ചെയ്ത് അവിടെ കൊടുക്കാം എന്ന് പറയുകയായിരുന്നു. അങ്ങനെ പീഠങ്ങൾ എത്തിക്കുകയും അത് പുതുതായിട്ട് നിർമ്മിക്കുകയൊക്കെ ചെയ്തു. ശരിക്കും പുതിയ 2 പീഠങ്ങളാണ് നിർമ്മിച്ചു കൊടുത്തത്. പക്ഷേ ഈ പുതിയ 2 പീഠങ്ങളും അവിടെ ഇന്നിപ്പോൾ ഇല്ല. അത് ഈ കോവിഡ് സമയമായിരുന്നത് കൊണ്ടാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് അത് നിർമ്മിക്കാൻ പറ്റാതെ പോയത് എന്ന കാരണമാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ രണ്ടാമത് കൊണ്ടുവന്ന സ്വർണ്ണ പീഠങ്ങൾ അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ അത് യോജിക്കുന്നില്ല. അത് ഈ അളവ്, ഈ ദ്വാരപാലക വിഗ്രഹങ്ങൾക്ക് നിൽക്കാൻ പര്യാപ്തമായ വിധത്തിൽ അളവ് ശരിയാകുന്നില്ല. തുടർന്ന് അത് മാറ്റുകയും പിന്നീട് ഈ പഴയ പീഠങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. 2021 ശേഷം ഈ സ്വർണ്ണ പീഠങ്ങളെക്കുറിച്ച് ആരും അന്വേഷിച്ചില്ല. ഇത്തരത്തിൽ ദേവസ്വം ബോർഡിലേക്ക് ഭക്തർ കൊണ്ടുവന്ന് കാണിക്കയായിട്ട് സമർപ്പിക്കുന്ന ഏത് വസ്തുക്കളും അവിടെ മഹസർ എഴുതി രേഖകളിൽ ഉൾപ്പെടുത്തണം എന്നാണ്. അത് ആരും ചെയ്തില്ല. തികഞ്ഞ അനാസ്ഥയാണ് അവിടെ നടന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ 2025 ഈ സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിൽ വിഷയം വന്നപ്പോഴാണ് ഇത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഹൈക്കോടതിയുടെ മുന്നിലെത്തുകയും ദേവസ്വം ബെഞ്ച് ഇത് പരിശോധിക്കുകയും സ്പെഷ്യൽ കമ്മീഷണറെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തത്. അന്വേഷിച്ചപ്പോഴാണ് ഈ 2 പീഠങ്ങൾ കാണാനില്ല എന്നറിയുന്നത്. ഇപ്പോൾ ഈ പീഠങ്ങൾ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തി. ആ കണ്ടെത്തിയതാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഘടകം. ഈ സ്പോൺസറുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് അത് കണ്ടെത്തിയത്. ഈ സ്പോൺസറുടെ തന്നെ ഇത് ഏതാണ്ട് 3 പവൻ സ്വർണം ഉപയോഗിച്ചാണ് ഇത് പൂശിയിരിക്കുന്നത് ഈ പീഠം. അങ്ങനെ 2 പീഠങ്ങൾ പുതുതായിട്ട് നിർമ്മിച്ചു കൊണ്ടുപോയി. അതാണ് അവിടെ യോജിക്കാൻ, ദ്വാരപാലക വിഗ്രഹം സ്ഥാപിക്കാൻ പറ്റാതെ വന്നത്. അതുകൊണ്ട് അത് മാറ്റിവെച്ചു. ആ മാറ്റിവെച്ച പീഠങ്ങൾ ശരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ കീഴിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അകന്ന ബന്ധു കൂടിയായ കിളിമാനൂരിലെ പുളിമാത്തുള്ള വാസുദേവൻ എന്നയാളിൻ്റെ വീട്ടിലെ സ്വീകരണ മുറിയിലിരിക്കുകയായിരുന്നു ഈ പീഠങ്ങൾ. ഈ വാർത്ത പുറത്തു വന്ന് വിവാദമായതോടുകൂടി ഈ വാസുദേവൻ വിവരം ഇദ്ദേഹത്തെ അറിയിച്ചു, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയിച്ചു. ഈ പീഠങ്ങൾ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്,
ഇത് നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നാണ്. ഈ വാസുദേവൻ ഇതിന്റെ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ വാസുദേവൻ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്യുമെങ്കിലും ഈ സംഭവം പുറത്തു വന്ന് വിവാദമായതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ആകെ ഭയന്നു. അയാൾ അത് തൽക്കാലം പുറത്തു പറയേണ്ട, അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് നിർദ്ദേശിച്ചു. പക്ഷേ വാസുദേവൻ വഴങ്ങിയില്ല. വാസുദേവൻ ഈ പീഠങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരിച്ചേൽപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി വെഞ്ഞാറമൂടുള്ള തൻ്റെ സഹോദരിയുടെ വീട്ടിൽ അതുകൊണ്ട് രഹസ്യമായി സൂക്ഷിച്ചു. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിലാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ അന്വേഷിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കിട്ടുന്നില്ല. വിവരങ്ങൾ, യഥാർത്ഥ വസ്തുത എന്താണെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഈ പീഠങ്ങൾ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പറഞ്ഞ സഹായിയുടെ വീട്ടിലെത്തി എന്നുള്ളതാണ് ചോദ്യം. ഈ വാസുദേവന്റെ വീട്ടിൽ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 2 പീഠങ്ങളും കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇത് കോടതിയിലേക്ക് കൊണ്ടുവന്ന് ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് കോടതിക്ക് സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ച ദുരൂഹത നീങ്ങുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശബരിമല പോലെയുള്ള ഒരു മഹാക്ഷേത്രത്തിൽ നിന്ന് ഇത്തരത്തിൽ 2 സ്വർണ്ണ പീഠങ്ങൾ, 3 പവൻ വീതം സ്വർണം കൊണ്ട് പൂശിയ 2 പീഠങ്ങൾ കാണാതാവുക, അത് ആ സ്പോൺസർ ചെയ്ത ആളിൻ്റെ സഹായിയുടെ വീട്ടിൽ നിന്ന് തന്നെ അത് വീട്ടിലുണ്ടെന്നത് അറിയുക, അങ്ങനെ അത് തിരിച്ച് സ്പോൺസറുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നു, സ്പോൺസർ അത് തൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറ്റുന്നു. ഇത് വളരെ ദുരൂഹമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനെ സംബന്ധിച്ച് ആദ്യം ഒരു വെളിപ്പെടുത്തൽ നടത്തിയില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കെടുകാര്യസ്ഥതയും ഈ ശ്രദ്ധക്കുറവും നോട്ടക്കുറവും ഒക്കെ അവിടെ വലിയ രീതിയിൽ ധനചോർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. സമ്പത്ത് വലിയ രീതിയിൽ ചോർന്നു പോകുന്നത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവും കെടുകാര്യസ്ഥതയും അലംഭാവവും കൊണ്ടാണെന്ന് വ്യക്തമാണ്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇത് ആരുടെ വീഴ്ച കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ഈ സ്വർണ്ണപീഠം രണ്ടാമത് ചെയ്തത് പറഞ്ഞതുപോലെ സ്പോൺസർ എന്തെങ്കിലും ഒരു കാരണത്തിന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയതാണോ, അതോ ഉദ്യോഗസ്ഥന്മാർ തന്നെ കൊണ്ടു കൊടുത്തതാണോ, അതോ ഇതിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണി വന്നിട്ട് അത് ചെയ്യാൻ വേണ്ടി രേഖകളൊന്നും എഴുതി വെക്കാതെ അവിടെ മഹസറിൽ രേഖപ്പെടുത്താതെ ഇത് പുറത്തേക്ക് കൊടുത്തതാണോ, ഇതൊന്നും അറിയില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് എന്നൊന്നില്ലായിരുന്നെങ്കിൽ ഈ സംഭവം ഇപ്പോഴും മൂടിവെക്കപ്പെട്ടേനെ. ഇത് ഒരു കാലത്തും പുറത്തു വരാതെ അങ്ങനെ തന്നെ ഒളിഞ്ഞിരുന്നേനെ. അവിടെ ഈ ദേവസ്വം ബെഞ്ച് സ്പെഷ്യൽ കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇതിനെക്കുറിച്ച് ചോദിച്ച്, തിരുവാഭരണം സ്പെഷ്യൽ കമ്മീഷണറാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഈ സ്വർണത്തിൻ്റെ കാര്യങ്ങൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അവിടെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി വിവരങ്ങൾ ആരാഞ്ഞപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നത്. തുടർന്നാണ് വിജിലൻസ് അന്വേഷണം നടന്നത്. എന്തായാലും ശബരിമല കൂടുതൽ ഇത്തരത്തിലുള്ള അവിടുത്തെ സമ്പത്ത് ചോരുന്നത്, ധനം ചോരുന്നത് ഒക്കെ ഇപ്പോൾ കൂടുതൽ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വളരെ ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അയ്യപ്പൻ്റെ സ്വത്ത്, അയ്യപ്പൻ്റെ സമ്പത്ത് ഭക്തന്മാർ ഭക്തിപൂർവം കാണിക്കയായി സമർപ്പിക്കുന്ന, വഴിപാടായി സമർപ്പിക്കുന്ന ഇത്തരം ദ്രവ്യങ്ങൾ, അത് സ്വർണമായാലും വെള്ളിയായാലും ഒക്കെ വിലപിടിപ്പുള്ള ലോഹങ്ങൾ ഇത്തരത്തിൽ അവിടെ നിന്ന് കടത്തപ്പെടുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമല്ല. ഇത് വളരെ ജാഗ്രതയോടെ, വളരെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടൽ നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോടതിയിൽ നിന്ന് ഇപ്പോൾ അടുത്ത ദിവസം കേസ് പരിഗണിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെയെങ്കിൽ കോടതിയിൽ നിന്ന് വളരെ കൃത്യമായ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു വിധി നമുക്ക് ലഭിക്കുമെന്ന് കരുതാം.